എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 50-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 50. കവീനാം സന്ദർഭ സ്തബക മകരന്ദൈക രസികം കടാക്ഷ വ്യാക്ഷേപ പ്രമര കളഭൗ കർണയുഗളം അമുഞ്ചന്തൗ ദൃഷ്ട്വാ തവ നവരസാസ്വാദ തരള അസൂയ സംസർഗ ദളിക നയനം കിഞ്ചിത് ദരുണം. എന്നുകൂടെ പറയാം. കവീനാം സന്ദർഭ സ്തബക മകരന്ദൈക രസികം കടാക്ഷ വ്യാക്ഷേപ ഭ്രമര കളഭൗ കർണയുഗളം അമുഞ്ചന്തൗ ദൃഷ്ട്വാ തവ നവരസാസ്വാദ തരളൗ അസൂയ സംസർഗാത് അളികനയനം കിഞ്ചിതരുണം. അല്ലയോ മഹാദേവി, അല്ലയോ ദേവി, മഹാകവികളുടെ കാവ്യസന്ദർഭമാകുന്ന പൂങ്കുലയിലുള്ള പുഷ്പരസത്തിൻ്റെ ആസ്വാദനത്തിൽ മുഖ്യരസത്തോടു കൂടിയ നിന്തിരുവടിയുടെ ദേവിയുടെ രണ്ട് കർണങ്ങളെ വിട്ടുപിരിയാതെ സദാ ശൃംഗാരാദി നവരസങ്ങളെ ആസ്വദിക്കുന്നതിൽ തൽപരങ്ങളായിരിക്കുന്ന കടാക്ഷങ്ങൾ എന്ന വ്യാജത്തോടു കൂടിയ രണ്ട് ചെറുവണ്ടുകളെ കണ്ട് അസൂയ ബാധിച്ചതിനാൽ നെറ്റിയിലുള്ള മൂന്നാമത്തെ കണ്ണ് അല്പം അരുണവർണ്ണമായി ഇരിക്കുന്നു. ഇവിടെ ദേവിയുടെ നേത്രങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നതെന്ന് പറഞ്ഞു. ആ വർണ്ണന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദേവിയുടെ കണ്ണുകളെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അല്ലയോ മഹാദേവി, മഹാകവികളുടെ കാവ്യസന്ദർഭമാകുന്ന പൂങ്കുലയിലുള്ള പുഷ്പരസത്തിൻ്റെ. അപ്പോൾ ഇവിടെ കവിഭാവനയിൽ കൂടെ പറയുകയാണ്. അപ്പം എന്താ പറയുന്നത്, ആലങ്കാരികമായിട്ട് പറയുകയാണ്. മഹാകവികളുടെ കാവ്യസന്ദർഭമാകുന്ന പൂങ്കുലയിലുള്ള പുഷ്പരസത്തിൻ്റെ ആസ്വാദനത്തിൽ മുഖ്യരസത്തോടു കൂടിയ നിന്തിരുവടിയുടെ രണ്ട് കർണങ്ങളെ എന്ന് വെച്ചാൽ എന്താണ്, ദേവി എല്ലാ കാവ്യങ്ങളും കവിതകളും മഹാകവികളുടെ കാവ്യങ്ങളെയൊക്കെ ആസ്വദിക്കുന്നു തൻ്റെ ചെവികളിൽ കൂടി. അപ്പം നിന്തിരുവടിയുടെ രണ്ട് കർണങ്ങളെ വിട്ടുപിരിയാതെ സദാ ശൃംഗാരാദി നവരസങ്ങളെ ആസ്വദിക്കുന്നതിൽ തൽപരങ്ങളായിരിക്കുന്ന കടാക്ഷങ്ങൾ എന്ന വ്യാജത്തോടു കൂടി. അപ്പോൾ എന്താണ്, ദേവിയുടെ ചെവിയിൽ മഹാകവികളുടെ കാവ്യങ്ങൾ കേൾക്കാം. ആ കാവ്യങ്ങളെ ആസ്വദിക്കുന്ന രീതിയിൽ ദേവിയുടെ കണ്ണ് ചെവി വരെ നീണ്ടിട്ടുണ്ട്. നല്ല നീളമുള്ള കണ്ണാണ്, ചെവി വരെയുണ്ട്. അപ്പോൾ ആ രണ്ട് കർണങ്ങളെ വിട്ടുപിരിയാതെ സദാ ശൃംഗാരാദി നവരസങ്ങളെ ആസ്വദിക്കുന്നതിൽ തൽപരങ്ങളായിരിക്കുന്ന കടാക്ഷങ്ങൾ എന്ന വ്യാജത്തോടു കൂടിയ രണ്ട് ചെറുവണ്ടുകളെ കണ്ട്. അപ്പം ദേവി കാവ്യഭാവനയിൽ പറഞ്ഞാൽ പുഷ്പരസത്തിൻ്റെ പൂങ്കുലയിലുള്ള പുഷ്പരസത്തിൻ്റെ ആസ്വാദ്യതയിലിരിക്കുന്ന രണ്ട് ചെറുവണ്ടുകളെ പോലെ. അപ്പം ദേവിയുടെ രണ്ട് കണ്ണുകൾ എവിടെ വരെയുണ്ട്, ചെവി വരെ നീണ്ടിരിക്കുന്നതാണ്. അപ്പം ദേവി ചെവിയിൽ മഹാകവികളുടെ കാവ്യസന്ദർഭം എല്ലാം ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആസ്വദിക്കുന്ന ആരാണ്? അതെല്ലാം ഈ രണ്ട് കണ്ണുകൾക്ക് ആസ്വദിക്കുക. ആ ചെറുവണ്ടുകളാണ്. രണ്ട് ചെറുവണ്ടുകളെ കണ്ട്. അപ്പോൾ രണ്ട് ചെറുവണ്ടുകൾ എന്താ, ദേവിയുടെ കണ്ണുകളെയാണ് പറയുന്നത്. ആ രണ്ട് ചെറുവണ്ടുകൾ എന്ത് ചെയ്യുന്നു, ആ രണ്ട് ചെറുവണ്ടുകളെ കണ്ടിട്ടെന്ന് വെച്ചാൽ ദേവിയുടെ ആ കണ്ണുകളെ കണ്ടിട്ട്. അപ്പം നെറ്റിയിലൊരു മൂന്നാമത്തെ കണ്ണുണ്ട്. ആ കണ്ണിന് അസൂയ ബാധിച്ചു. ഇവർക്ക് രണ്ടും ദേവിയുടെ ചെവിയിൽ പറയുന്നത് ദേവിയുടെ ചെവിയിൽ ദേവി ആസ്വദിക്കുന്ന എല്ലാ കാവ്യ സന്ദർഭങ്ങളും ഇവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ രണ്ട് ചെറുവണ്ടുകളെ കണ്ട് അസൂയ ബാധിച്ചതിനാൽ ദേവിയുടെ നെറ്റിയിലുള്ള മൂന്നാമത്തെ കണ്ണ് അല്പം അരുണവർണ്ണമായിരിക്കുന്നു. അപ്പോൾ ദേഷ്യം വരുമ്പോൾ കണ്ണൊക്കെ ചുവക്കുമല്ലോ. അങ്ങനെ ദേവിക്ക് ദേഷ്യം വരികയാണ്. ഈ രണ്ട് കണ്ണുകൾ ഈ ദേവിയുടെ രണ്ട് കണ്ണുകൾ എവിടെ വരെയുണ്ട്, ചെവിയുടെ വരെയുണ്ട്. അപ്പം ചെവിയിൽ എന്ത് കേൾക്കുന്നു അതൊക്കെ ഈ കണ്ണുകളും ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂന്നാമത്തെ കണ്ണ് വിചാരിക്കുകയാണ്, എനിക്കിത് ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് കോപം പൂണ്ട ദേവിയുടെ മൂന്നാമത്തെ കണ്ണ് അല്പം അരുണവർണ്ണമായിരിക്കുന്നു. ദേവിയുടെ രണ്ട് നേത്രങ്ങൾ കർണാന്ത വിശ്രാന്തങ്ങളും നെറ്റിത്തടത്തിലുള്ള മൂന്നാമത്തെ നേത്ര സ്വാഭാവികമായി അല്പം ചുവന്നതുമാകുന്നു.
കാവ്യാമൃത രസാസ്വാദനം ചെയ്യുന്ന രണ്ട് കർണങ്ങളെ ഇടവിടാതെ സദാ നവരസങ്ങളെ ആസ്വദിക്കുന്ന കടാക്ഷവ്യാജ ചെറുവണ്ടുകളായ കടാക്ഷവ്യാജ ചെറുവണ്ടുകൾ എന്ന് വെച്ചാൽ ആ ചെവിയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നു എന്നുള്ള വ്യാജത്തോടെ രണ്ട് ചെറുവണ്ടുകളാകുന്ന രണ്ട് നേത്രങ്ങളെ കണ്ട് നെറ്റിത്തടത്തിലുള്ള മൂന്നാമത്തെ നേത്രം അസൂയ നിമിത്തം അല്പം ചുവന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം കവിഭാവനയാണ്. അപ്പോൾ എന്താ ചെവി വരെ നീണ്ടിരിക്കുന്ന കണ്ണുകളാണ്. അപ്പോൾ ഇവിടെ കണ്ണുകളെ എന്തായിട്ടാണ് ചെറുവണ്ടുകളായിട്ടാണ് ഉപമിക്കുന്നത്. ആ ചെറുവണ്ടുകൾ ഈ ചെറുവണ്ടുകൾ എന്താണ് ചെയ്യുന്നത്? ദേവിയുടെ ചെവിയിൽ സദാ കേട്ടുകൊണ്ടിരിക്കുന്ന നവരസങ്ങളെ ആസ്വദിക്കുകയാണെന്ന വ്യാജത്തോടെ രണ്ട് ചെറുവണ്ടുകളായ നേത്രങ്ങളെ കണ്ട് അപ്പം നെറ്റിത്തടത്തിലുണ്ടല്ലോ മൂന്നാമതൊരു കണ്ണ്, ആ കണ്ണ് അസൂയ നിമിത്തം അല്പം ചുവന്നിരിക്കുന്നു. അപ്പം ഇനി ഒന്നുകൂടെ പറയുകയാണ്. ദേവി സദാ സ്തോത്രേന്ദ്രിയ മാർഗത്തിൽ കൂടി മഹാകവികളുടെ കാവ്യാമൃത രസാസ്വാദനത്തെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ദേവി സദാ മഹാകവികളുടെ കാവ്യാമൃതം ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ ദേവിയുടെ രണ്ട് നേത്രങ്ങളെ കാവ്യമാകുന്ന പൂന്തേൻ പാനം ചെയ്യുന്ന കർണങ്ങളോടൊന്നിച്ച് നിരന്തരം നവരസങ്ങളെ ആസ്വാദനം ചെയ്യുന്ന രണ്ട് വണ്ടുകളായി കൽപ്പിക്കുന്നു. അപ്പോൾ ദേവിയുടെ ചെവിയുമായിട്ട് അടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ചെവികളിൽ മുഴങ്ങുന്നതൊക്കെ ആരും ആസ്വദിക്കുന്നുണ്ട്? ഈ കണ്ണുകളും ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ നേത്രം, നെറ്റിത്തടത്തിലുള്ള മൂന്നാമത്തെ നേത്രം അങ്ങനെ എപ്പോഴും അമൃതപാനം ചെയ്യുന്ന ആ കൂട്ടുകാരെ സദാ കണ്ടുകൊണ്ട് തനിക്കൊരു സുഖാനുഭവം ഇല്ലാത്തതിനാലുണ്ടായ അസൂയ കൊണ്ട് ഈർഷ്യകോപാദികളാലും തുടുത്തുടുത്തതായി തീർന്നിരിക്കുന്നു. ഇവിടെ കവിഭാവനയാണ്. അപ്പം ഇവിടെ ദേവിയുടെ കർണങ്ങളിലുള്ള നവരസങ്ങളെ ആരാസ്വദിക്കുന്നുണ്ട്? ഈ രണ്ട് കണ്ണുകൾ ആസ്വദിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ കണ്ണോ ഇതൊന്നും ആസ്വദിക്കുന്നത്, അവരെപ്പോഴും അമൃതം പാനം ചെയ്യുകയാണെന്നാണ് പറഞ്ഞ്. ദേവിയുടെ കവിതാമൃതരസമാണ് കാവ്യാമൃതരസം. ആ കാവ്യാമൃതം പാനം ചെയ്യുന്ന കൂട്ടുകാരെ എപ്പോഴും കണ്ടുകൊണ്ട് ആ സുഖാനുഭവം തനിക്കില്ലല്ലോ എന്ന അസൂയ മൂത്ത് ഈ മൂന്നാമത്തെ കണ്ണ് കോപാകുലയായി നേത്രങ്ങൾ ചുവന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ദേവിയുടെ കണ്ണിൻ്റെ വർണ്ണനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.